ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടോട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് 3 സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ചെമ്മീൻ വറുത്ത് അതിൻ്റെ തല കളഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബാക്കി തല നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ. സബോള ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയ സബോളയാണ് എടുത്തിട്ടുള്ളത്, 3 അപ്പോൾ അത് കാരണമാണ് ഇത്ര ക്വാണ്ടിറ്റി. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണല്ലോ സബോളയൊക്കെ. അപ്പോൾ സബോള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം. നല്ലതുപോലെ വാട്ടി കൊടുത്തതിന് ശേഷം ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സബോള നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ തല കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്നുകൂടെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെമ്മീൻ ഏകദേശം കുക്കായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചെമ്മീൻ ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലൂടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഏകദേശം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലൂടെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ തല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ്റെ തല വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തത് കേട്ടോ. ചെമ്മീൻ്റെ തലയും ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരുന്ന കാരണം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീൻ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.